ഏറ്റവും കൂടുതൽ താമസിച്ചിരിക്കുന്ന ഹോട്ടൽ ലൊക്കേഷൻ ഏതായിരുന്നു? അമൃത ഹോട്ടൽ തിരുവനന്തപുരത്ത്. അവിടെയായിരുന്നു കൂടുതൽ സിനിമകളും അന്ന് അതെ അതെ അല്ലേ? ആ ഹോട്ടൽ ഇന്നും ഓർമ്മയിൽ നിൽക്കേണ്ട ഹോട്ടലാണല്ലോ അല്ലേ? അതെ അതെ. നമ്മുടെ ജീവിതം കൊണ്ടു കിടന്ന ഹോട്ടലാണല്ലോ അല്ലേ? അവിടെ പ്രത്യേക റൂം അങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കൊരു വിശ്വാസം പോലെ ഒരു റൂം അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ റൂമുകൾ. അത് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. പറയുന്ന സമയത്ത് ആദ്യം വിളിച്ച് പറയും എനിക്ക് ആ റൂം. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നല്ല റൂമാണ്, അത്രേ ഉള്ളൂ. പോകുമ്പോൾ കിട്ടുന്ന റൂം അല്ലേ? അന്നൊന്നും ഈ റൂമുകളിൽ ഈ നമ്മൾക്ക് അന്നൊക്കെ ഈ പ്രൊഡക്ഷനിൽ നിന്ന് കാപ്പി ഇടുന്നു അല്ലെ ഫുഡ് ഒന്നും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്രകാരമൊന്നും എല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ക്യാരവാനിലെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പോൾ ആ ഒരു നമുക്ക് ഇന്നത് വേണം, ഇന്ന ഫുഡ് വേണം, അങ്ങനെ നമുക്ക് പറയാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു. അന്നും ചോദിക്കും. അതൊക്കെ ഫുഡൊക്കെ ഒരു പ്രശ്നമല്ല. അന്നും ഇന്നും എന്നോ എപ്പോഴും എന്തെങ്കിലും വേണോ, ചപ്പാത്തി വേണോ അല്ലെങ്കിൽ രാത്രി വേറെ വല്ലതും വേണോ ചോദിക്കും. വ്യത്യാസം ഇപ്പോൾ രാവിലെയുള്ള ചായ ഉണ്ടെന്ന് ബെല്ലടിക്കുന്നത് മാത്രമില്ല. ഇപ്പോൾ അതൊരു ഭയങ്കര 5 മണിയാകുമ്പോഴത്തേക്ക് വന്ന് അതാണ് നമ്മളെ സിഗ്നൽ. ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ള സിഗ്നൽ അതാ. അല്ലെങ്കിൽ ചായ പുറത്ത് വെച്ചിട്ട് പോകും. ഫ്ലാസ്കിലല്ല ഇപ്പൊ ചായ ഇല്ല. രാവിലെ ചായ ഇല്ല. നമ്മളെ ലൊക്കേഷൻ പോയാലോ കഴിക്കാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. മറ്റത് ചായ വെച്ചു എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കും. അത് പുലർച്ചെ ആയിരിക്കും. പുലർച്ചെ ചിലപ്പോൾ 4 മണിക്കായിരിക്കും, ചിലപ്പോൾ 5 മണിക്കായിരിക്കും. അത് ആ ബെല്ലടി കേൾക്കുമ്പോഴത്തേന് അയ്യോ ഷൂട്ടുണ്ട്. അപ്പോൾ അല്ല ഷൂട്ടിങ്ങിന്റെ അല്ല ഉറക്കം പോയി. അപ്പോൾ അതാണ് സിഗ്നൽ നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്നുള്ളത്. ഇന്നതല്ല, അന്ന് പോകുമ്പോഴത്തേ നാളെ എത്ര മണിക്കെന്ന് പറയല്ലോ നമ്മളോട്. ചാർട്ട് ഉണ്ടല്ലോ. കറക്റ്റ് അല്ലേ? ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഇല്ലല്ലോ ആരും. കറക്റ്റ് ആ 2 ദിവസം അല്ലെ 5 ദിവസം എന്ന് പറഞ്ഞാൽ അത് ആർട്ടിസ്റ്റുകളെ തിരിച്ച് വീട്ടിലേക്ക് വിടും. പണ്ട് 5 ദിവസം നിൽക്കുന്ന ആൾ 20 ദിവസം നിൽക്കേണ്ടി വരും. എപ്പോഴാ ഷൂട്ടിംഗ് വരികയെന്നറിയില്ല. മൊത്തം അവിടെ താമസിക്കുക എന്നുള്ളതാണ് അന്നത്തേക്കൊരു. പോകാൻ പറ്റില്ല നമുക്ക്. ചോദിക്കും, പിന്നെ പോയി ചോദിക്കും പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. മറ്റേ ഇപ്പൊ ചാർട്ട് ഉണ്ട്. നമുക്ക് ഇന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇത്ര ദിവസം ഷൂട്ടുള്ളൂ, നമുക്ക് ഇത്ര ദിവസം അടുത്ത പരിപാടിക്ക് പോകാം. അതെ. ഒരു സിനിമയ്ക്കാണ് എമൗണ്ട് പറയുന്നത്. സിനിമയ്ക്കാണ് എമൗണ്ട് പറയുന്നത്. നമുക്ക് 2 ദിവസം ഉണ്ടെങ്കിലും ഒരു സിനിമയാണ്. ഇന്ന് ദിവസങ്ങൾക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങൾ വന്നപ്പോൾ നമുക്ക് സീരിയൽ പോലെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ പറയാൻ പറ്റില്ല ഇപ്പോഴും. നല്ലതുമാണ് ചീത്തയാണ് സത്യം പറഞ്ഞാൽ. ഒരു സിനിമയ്ക്ക് പറയുന്നതും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വാല്യൂ ആണല്ലോ അവിടെ ഉള്ളത്. ഈ ചായയുടെ കാര്യം രസകരമായ പല സംഭവങ്ങളും ഈ ചായകൾ പിന്നിലുണ്ടാവുമല്ലോ. രാവിലെ കൊണ്ട് വെക്കുന്നു, ഉറക്കം പോകുന്നു. ഇത് എല്ലാവരെയും റൂമിൽ വെക്കുവാണല്ലോ. അതെ. ഇന്ന ആർട്ടിസ്റ്റ് ഒന്നുമില്ലല്ലോ. അല്ല, വർക്കുള്ളവരെ അവിടെ വെക്കുള്ളൂ. വർക്കില്ലെങ്കിൽ ചായ വെക്കും, ബെല്ലടിക്കൂല. ഉറങ്ങി വെക്കുമ്പോൾ എപ്പോഴാണ് ഫ്ലാസ്കിലാണല്ലോ തരുന്നത്. അതെ അതെ. വർക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബെല്ലടിക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും പുതിയ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ വെക്കില്ല, ഫ്ലാസ്കും ഇതൊന്നും വെക്കില്ല. പുതിയ ആൾക്കാരാണെങ്കിൽ അവർ ബെല്ലടിച്ചിട്ട് ചായ കൊടുക്കും ഗ്ലാസ്സിൽ. അപ്പോൾ ഉറങ്ങി വെച്ചാലും മേടിക്കണം ആ സമയത്ത്. അങ്ങനെയുണ്ട്. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഫ്ലാസ്ക് വരണേ ഇല്ല, എനിക്ക് പിന്നെ ചായ അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയും. എനിക്ക് ചായ ഫ്ലാസ്ക് തന്നിട്ടുണ്ട്, ആദ്യമേ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇത് ചായ വേണ്ടാന്നൊരു വെച്ചാണ് ഉറക്കം പോകുമല്ലോ. അപ്പൊ ചിലർ ചായ വേണ്ടാന്ന് പറയും. അത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഫ്ലാസ്കിൽ ചായ. അത് മാത്രമേ ഇപ്പൊ ഇല്ലാത്ത ബാക്കിയെല്ലാം ഫ്ലാസ്കിലേക്ക് എത്തുന്ന ഒരു ഇതാണ്. ഈ പറഞ്ഞ അന്നത്തെ നടിമാര്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ അന്നത്തെ നടിമാരിൽ നിങ്ങൾ ബന്ധങ്ങളുള്ള ബന്ധങ്ങളില്ലാത്തവരുണ്ട്. അന്ന് നമ്മൾ ഈ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാൽ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയുന്ന നാട്ടുവർത്താനങ്ങളുണ്ട്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ പണ്ടുള്ള ആൾക്കാരൊന്നും സംസാരിക്കുകയേ ഉണ്ടായിരുന്നില്ല. ഒരാളുടെ കാര്യത്തിൽ ഇടപെടില്ലായിരുന്നു. ഒരാളുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ പരസ്പരം. അവരുടെ കാര്യങ്ങൾ കഴിയുന്നു, അത്രേ ഉള്ളൂ. ആ സൗഹൃദം പങ്കുവെച്ചിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ കണ്ട ലൊക്കേഷനും ആൾക്കാരും ഒക്കെ അങ്ങനെയാണ്. പരസ്പര ബഹുമാനമായിരുന്നു പണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.